ഇന്ധനം ചോർന്നതുമൂലം മലിനമായ എലത്തൂരിലെ ജലാശയങ്ങൾ ഇന്ന് രാവിലെ മുതൽ ശുദ്ധീകരിച്ചു തുടങ്ങും. സ്പെഷ്യൽ ഓയിൽ ഡിസ്പെർസന്റ് ലിക്വിഡ് ഉപയോഗിച്ചാണ് ജലത്തിൽ കലർന്ന ഇന്ധനം നീക്കം ചെയ്യുക. മുംബൈയിൽ നിന്നാണ് കെമിക്കൽ എത്തിച്ചത്. കോഴിക്കോട് നിന്നും ആഷിഖ് റഹ്മാനാണ് ചേരുന്നത്. ആഷിഖ്, ഏത് രീതിയിലാണ് അവിടെ ശുചീകരണ പ്രവർത്തികൾ നടക്കുന്നത്? സ്വാതി, ഇന്ന് രാവിലെയാണ് ശുചീകരണ പ്രവർത്തികൾ ആരംഭിക്കുക. അല്പസമയത്തിനും ഏകദേശം രാവിലെ 9 മണിയോ 10 മണിയോട് കൂടിയെങ്കിലും ഈ ഒരു ശുചീകരണം ആരംഭിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വലിയ സുരക്ഷാ സന്നാഹങ്ങളാണ് ഇതിനുവേണ്ടി ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാണ് ഇന്നലെ ജില്ലാ കളക്ടർ അടക്കം അറിയിച്ചത്. അതിൻ്റെ ഒരു ഗൗരവത്തോടു കൂടി തന്നെയാണ് ഇന്നലെ മരുന്നും എത്തിച്ചിട്ടുള്ളത്. ഇന്നലെ രാത്രി മുംബൈയിൽ നിന്ന് ഏകദേശം മരുന്ന് എത്തിച്ചിട്ടുണ്ട്. ഈ കെമിക്കൽ ഉപയോഗിച്ച് വെള്ളത്തിൽ കലർത്തിയ ശേഷം അത് വൃത്തിയാകുമെന്നാണ് കളക്ടർ അറിയിച്ചത്. അത് കെമിക്കൽ കലർത്തി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് വൃത്തിയാകും. വളരെ പെട്ടെന്ന് തന്നെ ഈ ജോലി പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കളക്ടർ അറിയിച്ചത്. എന്തായാലും വലിയൊരു ആശ്വാസകരമായ നടപടി കൂടിയാണ് ഈ ഒരു കെമിക്കൽ ഉപയോഗിക്കുന്നതോടുകൂടി. പ്രത്യേകിച്ച് 2 കിലോമീറ്ററോളം ദൂരത്തിൽ ഈ ഒരു ഇന്ധനം ചോറുന്നത് മൂലം 2 കിലോമീറ്ററോളം ദൂരത്തിൽ ഇത് പടർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും പ്രദേശത്തെ നാട്ടുകാരുടെയും ഈ കിണറടക്കം മലിനമായിട്ടുണ്ട്. ആ കിണറും അതുപോലെ തോടുകളെല്ലാം വൃത്തിയാക്കേണ്ടതുണ്ട്. പലർക്കും ഈ രാവിലെ മുതലുള്ള എല്ലാവിധ പ്രാഥമിക കാര്യങ്ങൾക്കടക്കം ഈ ഒരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. അതിൻ്റെക്കാൾ പ്രധാനമെന്ന് പറയുന്നത് കുടിവെള്ള പ്രശ്നമാണ്. ആ കുടിവെള്ളം പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഈ ഒരു ഇന്ധന ചോർച്ച മാറി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ കളക്ടർ പറഞ്ഞത് വലിയൊരു ദുരന്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ളതാണ്. ഇത് വലിയ രീതിയിൽ പടരാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ അത് കൃത്യമായി നടപടിയെടുത്തത് മൂലം അത് പരിഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കളക്ടർ അറിയിച്ചത്. എന്തായാലും രാവിലെയോടുകൂടി തന്നെ ഈ ഒരു ശുചീകരണ പ്രവർത്തികൾ ആരംഭിക്കുന്നതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ HPCL ഡിപ്പോക്കെതിരെ നടപടിയെടുക്കുമെന്നുള്ള കാര്യം കളക്ടർ അറിയിച്ചിട്ടുണ്ട്. അവർക്കെതിരെ ഇപ്പോൾ തന്നെ കേസ് എടുത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ റിപ്പോർട്ട് നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും വലിയൊരു ദുരന്തത്തിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടു എന്ന് ഒരു കാര്യമാണ് കളക്ടർ അറിയിച്ചത്. ഈ ഒരു ദുരന്തം ആകസ്മികമായി സംഭവിച്ചതാണെങ്കിൽ പോലും വലിയ സുരക്ഷാ വീഴ്ചയാണ് ഈ ഡിപ്പോക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായെന്നതും അറിയിക്കുന്നുണ്ട്. ഏകദേശം 1500 ലിറ്ററാണ് ഇത്തരത്തിൽ ചോർന്നത് എന്നാണ് അവർ അറിയിക്കുന്നത്. കളക്ടർ പറയുന്നത് അതെല്ലാം ഈ HPCL ഡിപ്പോക്കാർ പറയുന്ന അല്ലെങ്കിൽ കമ്പനി പറയുന്ന ഒരു കാര്യമാണ്. പക്ഷേ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമേ ഈ ഒരു കാര്യത്തിൽ കൃത്യമായൊരു വ്യക്തത വരുമെന്നും അറിയിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആരോഗ്യപ്രശ്നമാണ്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ 2 കിലോമീറ്റർ ദൂരത്തിൽ ഈ ഒരു ഇന്ധനം പടർന്നതിനാൽ തന്നെ പ്രദേശവാസികൾക്ക് വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതിനായി മെഡിക്കൽ സംഘം തന്നെ അവിടെ ക്യാമ്പ് ചെയ്ത് നിലവിൽ പ്രവർത്തനം നടത്തുന്നുണ്ട്. എന്തായാലും ഈ കമ്പനിക്ക് നിലവിൽ പിഴ ഈടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് പൊല്യൂഷൻ ആൻഡ് കൺട്രോൾ ബോർഡിനോട് കൂടി ചർച്ച ചെയ്തതിനു ശേഷം ഈ കമ്പനിക്ക് പിഴ ഇടുമെന്നും അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് നടക്കുന്ന ശുചീകരണ പ്രവർത്തികളും HPCLും കൂടി പങ്കെടുത്തുകൊണ്ടാണ് എന്തായാലും രാവിലെയോടുകൂടി തന്നെ ശുചീകരണ പ്രവർത്തികൾ ആരംഭിക്കും. വൈകാതെ തന്നെ പെട്ടെന്ന് തന്നെ ഈ ഒരു ശുചീകരണ പ്രവർത്തികൾ അവസാനിപ്പിക്കാൻ കഴിയും അല്ലെങ്കിൽ പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് കളക്ടർ അടക്കം അറിയിച്ചിട്ടുള്ളത്. സ്വാതി. ശരി ആഷിഖ്.